പഞ്ചായത്തിൽ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ അടയ്ക്കേണ്ട കെട്ടിട നികുതി മൊബൈലിലൂടെ നമുക്ക് എങ്ങനെ പേയ്മെന്റ് നടത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൊബൈൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. അത്തരത്തിൽ മൊബൈൽ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പേയ്മെന്റ് നടത്തുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൊബൈൽ അപ്ലിക്കേഷൻ ഇല്ലാതെ ഡയറക്റ്റ് എങ്ങനെയാണ് നമുക്ക് മൊബൈലിലൂടെ പേയ്മെന്റ് നടത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഈ സ്മാർട്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് നമ്മൾ പേയ്മെന്റ്, അതായത് വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ കെട്ടിട നികുതി അടയ്ക്കേണ്ടത്. കേരളത്തിൽ സ്മാർട്ട് എന്ന് പറയുന്ന സംവിധാനം 2024 ജനുവരി 1 അർബൻ ഏരിയാസിൽ, മുനിസിപ്പാലിറ്റി അതേപോലെ കോർപ്പറേഷൻ ഏരിയകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ 2025 ഏപ്രിൽ മുതൽ പഞ്ചായത്ത് തലങ്ങളിലും അതായത് ലോക്കൽ ഏരിയാസിലും ഈ ഒരു സ്മാർട്ട് സംവിധാനം വന്നിട്ടുണ്ട്. ഈ സ്മാർട്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് നമ്മൾ കെട്ടിട നികുതി അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രോപ്പർട്ടി ടാക്സ് അതല്ലെങ്കിൽ കെട്ടിട നികുതി ഇപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്ന പുതിയ വെബ്സൈറ്റിലൂടെയാണ് പേയ്മെന്റ് നടത്തേണ്ടത്. 2024 ജനുവരി 1 മുതൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ഈ വെബ്സൈറ്റ് നിലവിൽ വന്നിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തലങ്ങളിലും ഈ ഒരു വെബ്സൈറ്റ് 2025 ഏപ്രിൽ മുതൽ നിലവിൽ വരികയാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിനായിട്ട് ഗൂഗിളിൽ സ്മാർട്ട് എന്ന് സെർച്ച് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ മുകളിൽ കാണുന്ന റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ അവിടെ നിങ്ങൾക്ക് കാണാം സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതിൽ ആ ബോക്സ് ടിക്ക് മാർക്ക് കൊടുത്ത് പ്രൊസീഡ് ബട്ടൺ അമർത്തുക. പ്രൊസീഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതിൽ നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കും. ആധാർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരും, ആധാർ ലിങ്ക്ഡ് മൊബൈലിലേക്ക്. ആ OTP നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അങ്ങനെ സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളോട് മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് OTP വരും. ആ OTP കൂടെ ടൈപ്പ് ചെയ്യുക. then അവിടെ കാണുന്ന വെരിഫൈ ബട്ടൺ അമർത്തി കൊടുക്കുക. അങ്ങനെ വെരിഫൈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത് വാട്സപ്പ് നമ്പറും ഇമെയിൽ അഡ്രസ്സാണ്. വാട്സപ്പ് നമ്പർ അടിക്കൽ നിർബന്ധമില്ല, ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമായിട്ടും അടിച്ചു കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ എന്ന് കാണുന്ന ബട്ടൺ അമർത്തുക. ആ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ അമർത്തിയാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് അവിടെ കാണാം ലിങ്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ഇതിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിടം ഇതിലേക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഫസ്റ്റ് കാണുന്നതിൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അത് നെക്സ്റ്റ് ചോദിക്കുന്നത് ലോക്കൽ ബോഡി ടൈപ്പ് ആണ്. അവിടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഏതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് അതിന്റെ നെയിം സെലക്ട് ചെയ്യുക. ദെൻ അതിന്റെ വാർഡ് ഇയർ ആണ് 2013. ഇനി അവിടെ സോണൽ ഓഫീസ് ഏതാണെന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഓൾ സോൺ എന്ന് കൊടുത്താൽ മതി ജനറലി. ഇനി സോണൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതേപോലെ നിങ്ങളുടെ വാർഡ് സെലക്ട് ചെയ്യുക, എത്രയാണ് വാർഡ് നമ്പർ എന്നുള്ളത്. ഇത് നെക്സ്റ്റ് വരുന്ന ഡോർ നമ്പർ ആണ്, അല്ലെങ്കിൽ ഓണർ നെയിം, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, ആ രീതിയിൽ ഏതാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് കൊടുക്കുക. ഞാൻ ഡോർ നമ്പർ കൊടുക്കുന്നു. ഡോർ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ കാണുന്ന സെർച്ച് ബട്ടൺ അമർത്തുക. അങ്ങനെ സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ സെർച്ച് റിസൾട്ടിൽ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്, എത്രയാണ് പേയ്മെന്റ് എന്നുള്ളത് വരും. അവിടെ പ്രൊസീഡ് ബട്ടൺ അമർത്തുക. ദെൻ നെക്സ്റ്റ് വരുന്നതിൽ വീണ്ടും ഒന്നുകൂടെ പ്രൊസീഡ് ബട്ടൺ അമർത്തുക. ഞാൻ അവിടെ ലിങ്ക് ചെയ്ത മൊബൈൽ മാറ്റമുള്ളത് കൊണ്ട് ഒന്നുകൂടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് OTP അടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ OTP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതിൽ അവിടെ OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ പ്രൊസീഡ് ബട്ടൺ അമർത്തുക. അങ്ങനെ പ്രൊസീഡ് ബട്ടൺ അമർത്തിയാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ കാണുന്നത് 1 and സെയിം സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് എക്സിറ്റ് കൊടുക്കുക. ഇനി മാറ്റമില്ലെങ്കിലും സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്താൽ മതി. ദെൻ വീണ്ടും നമ്മൾ മെയിൻ മെനുവിൽ വരും. അവിടെ പേ ടാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്മാർട്ട് സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ശേഷം വരുന്ന വിൻഡോയിൽ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കും. പേ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പേ നൗ എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങൾ പേയ്മെന്റ് മെത്തേഡ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം. ഞാനിവിടെ SBI പേയ്മെന്റ് മെത്തേഡാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടും പേയ്മെന്റ് നടത്താം. ഇനി നെറ്റ് ബാങ്കിങ് പോലെയുള്ള സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലോഗിൻ പേജിലേക്ക് വരും. നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ബട്ടൺ അമർത്തുക. യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ബട്ടൺ അമർത്തി കൊടുക്കുക. ഇനി ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് നമ്പറും അതേപോലെ അതിൻ്റെ കോഡ് പിൻകോഡ് ഒക്കെ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പേയ്മെന്റ് നടത്താൻ സാധിക്കും. ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ ചോദിക്കും. അങ്ങനെ കൺഫേം ബട്ടൺ അമർത്തുക. ശേഷം വരുന്ന വിൻഡോയിൽ OTP നിങ്ങളോട് മൊബൈലിൽ വന്നിട്ടുണ്ടാകും. ആ OTP പാസ്വേഡ് ഹൈ സെക്യൂർഡ് പാസ്വേഡ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ടാകും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ OTP ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കൺഫേം കൊടുക്കുക. ദെൻ പേയ്മെന്റ് വാസ് സക്സസ്ഫുൾ എന്നും പറഞ്ഞു വരും. ഒന്നുകൂടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ആ പേജ് ഡയറക്ട്ലി ഒന്നുകൂടെ കറങ്ങിക്കൊണ്ട് ഒരു മെസ്സേജ് സക്സസ്ഫുൾ എന്ന് വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ സക്സസ്ഫുൾ വന്നു. ദെൻ വ്യൂ റെസീപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് നടത്തിയ റെസീപ്റ്റ് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നത്. ഇനി രജിസ്ട്രേഷൻ നടത്താത്ത തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. അതിനായിട്ട് മെയിൻ മെനുവിൽ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്യാതെ തന്നെ അവിടെ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്തത് മെത്തേഡ് പോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് ലോക്കൽ ബോഡി ടൈപ്പ്, വാർഡ്, പഞ്ചായത്ത് ഏതാണ്, ലോക്കൽ ബോഡി നെയിം കൊടുത്തതിനു ശേഷം നിങ്ങളുടെ ലോക്കൽ ബോഡി നെയിം സെലക്ട് ചെയ്യുക. നേരത്തെ കൊടുത്ത പോലെ തന്നെ വാർഡ് ഇയർ, ദെൻ വാർഡ് നമ്പർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഡോർ നമ്പർ കൊടുക്കുന്നതാണെങ്കിൽ ഡോർ നമ്പർ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർ നെയിം കൊണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം കൊണ്ടോ സെർച്ച് ചെയ്യാം. അതിനുശേഷം അവിടെ വീട്ടു നമ്പർ കിട്ടേണ്ട നമ്പർ അടിച്ചതിന് ശേഷം അവിടെ ഐ ആം നോട്ട് റോബോട്ട് എന്നതിൽ ടിക്ക് ചെയ്ത് സെർച്ച് ബട്ടൺ അമർത്തുക. ആ ബോക്സിൽ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുന്നു, സെർച്ച് ബട്ടൺ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതിൽ പേ ടാക്സ് എന്നതിൽ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ പേ ടാക്സ് എന്നതിൽ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ എമൗണ്ട് കാണിക്കും പേയ്മെന്റ് നടത്തേണ്ട. അതിൽ അവസാനമായിട്ട് പേ നൗ എന്ന് പറയും, മൊബൈൽ നമ്പർ അടിച്ച് പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മൊബൈൽ നമ്പർ അടിച്ച് പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പേയ്മെന്റ് അടക്കുന്ന സമയത്ത് വന്ന അതേ വിൻഡോയിൽ തന്നെ വരുന്നതാണ്. വീണ്ടും അതിൽ ജസ്റ്റ് കൺഫർമേഷൻ കൊടുത്ത് യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വിൻഡോ പേയ്മെന്റ് ഏതാണെന്നുള്ള മെത്തേഡ് സെലക്ട് ചെയ്യുകയാണ്. നേരത്തെ ചെയ്തതുപോലെ SBI ഞാൻ സെലക്ട് ചെയ്യുന്നു. ദെൻ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SBIയുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്താം. ഇനി നെറ്റ് ബാങ്കിങ് പോലെയുള്ള സിസ്റ്റം ഉപയോഗിക്കാം. ഞാനിവിടെ വീണ്ടും നെറ്റ് ബാങ്കിങ് തന്നെ അപ്ലൈ ചെയ്യാണ്. ഇപ്പൊ നെറ്റ് ബാങ്കിങ്ങിൽ ഞാൻ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. അവിടെ ഇന്റർനെറ്റ് ബാങ്കിങ് എന്നതിൽ നിങ്ങൾക്ക് കാണാം അവിടെ നിങ്ങളുടെ ബാങ്കുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതേപോലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. അവിടെ ഇന്റർനെറ്റ് ബാങ്കിങ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് പേ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നേരത്തെ ചെയ്ത അതേ മെത്തേഡ് പ്രകാരം ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ക്വിക്ക് പേ എന്ന് പറയുന്നതിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം. നേരത്തെയുള്ള സെയിം മെത്തേഡ് തന്നെയാണ് ശേഷം വീണ്ടും വരുന്നത്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെ ഈ ഒരു പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ കെട്ടിട നികുതി അടക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്